നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തിയിരിക്കുന്ന നമ്മളുടെ അതിഥി നമുക്കിതിനു മുമ്പ് വളരെയധികം വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള സാദത്ത് സേഠ് ഡോക്ടറാണ്. ഡോക്ടറെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുള്ള ഡോക്ടർ ആലുവയിലെ ഡോക്ടർ സേഠ് ഹോമിയോപ്പതി എന്ന സ്ഥാപനത്തിലെ ചീഫ് ഫിസിഷ്യനാണ്. ഡോക്ടർ ISKയുടെ മുൻ ഫാക്കൽറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 26 വർഷത്തെ ചികിത്സാ പരിചയമാണ് ഡോക്ടർക്കുള്ളത്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നതിന് സൗന്ദര്യ ചികിത്സയും ഹോമിയോപ്പതി എന്ന വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് സാദത്ത് സേഠ് ഡോക്ടറെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ, ക്ലാസ് തുടങ്ങാം. ഡോക്ടർ ഉണ്ടല്ലോ, ഇട്ടത്താണല്ലോ, ഫേസിൽ വെട്ടമില്ലല്ലോ. ഡോക്ടറെ ഞാൻ കോഹോസ്റ്റ് ആണല്ലോ, ഡോക്ടർക്ക് അഡ്മിറ്റ് ചെയ്യാം. ഫേസിൽ ലൈറ്റ് ഇല്ല. ലൈറ്റ് കുറവാണ്, കാരണം ഞാൻ എന്റെ സിസ്റ്ററുടെ വീട്ടിലാണ്. ഓക്കെ ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് കുഴപ്പമില്ല. കുറെ കാലങ്ങളായി, ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് നമ്മള് IFPHന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. വളരെ നന്ദിയുണ്ട്. കുറെ നാളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നു ക്ലാസ് എടുക്കലും കാര്യങ്ങളും. കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ഓക്കെ. വളരെ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു സബ്ജക്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് കുറെ നാളായിട്ട് നമ്മളൊരു പ്ലാനിങ് ആയിരുന്നു. അതിൻ്റെ ഒരു സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പോയത്. ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോപ്പതിയിൽ തന്നെ കുറെ നാളായി നമ്മളുടെ അടുത്ത് പലയിടത്തും പല തരത്തിലും നമ്മളുടെ മെഡിസിൻസ് വരാറുണ്ട്, ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അതെല്ലാം കൂടി നമുക്കൊരു കോസ്മെറ്റോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പറയാനും പറ്റില്ല. ചിലപ്പോൾ അസുഖമായിട്ട് പേഷ്യൻസ് വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അസുഖം ആവാം, പക്ഷെ അവർ വരുന്നത് അവരുടെ ബ്യൂട്ടി തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ യങ്സ്റ്റേഴ്സും പഴയ ആൾക്കാരും എല്ലാം ബ്യൂട്ടി തെറാപ്പിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഈ ബ്യൂട്ടി തെറാപ്പിയും ഹോമിയോപ്പതിയും നമ്മളുടെ മെഡിസിൻസ് ഒക്കെ വെച്ച് ക്ലബ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ്. കാരണം എൻ്റെ വൈഫാണെങ്കിൽ ബ്യൂട്ടീഷ്യൻ കം മെഹന്തി ആർട്ടിസ്റ്റും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു പണ്ടാരോ പറയൂലേ, മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ നാളുകളായിട്ടുള്ള റിസർച്ചിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇങ്ങനൊരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എൻറ്റയർലി എ ബ്യൂട്ടി കൺസെപ്റ്റിലാണ്. അസുഖമായിട്ട് നമ്മൾ ഇതിനോട്ട് കണക്റ്റേ ചെയ്യരുത്. അസുഖമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ നമ്മളുടെ മെത്തേഡ് വ്യത്യാസമുണ്ട്. ഇത് ഓൺലി ഹോമിയോപ്പതിക് മെഡിസിൻസ് നമ്മളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മളുടെ ഹെയറിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിന്റെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊരു കൺവെൻഷണൽ മെത്തേഡേ അല്ല. ഇത് എൻ്റെതായ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പല നമ്മൾ കൺവെൻഷണൽ ഹോമിയോപ്പതി മെത്തേഡായിട്ട് ഒരിക്കലും ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ നമ്മൾ സിംഗിൾ മെഡിസിൻ ആണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ദിസ് ഇസ് പ്യുവർലി ഹോമിയോപ്പതി, പ്യുവർലി കോസ്മെറ്റോളജി വിത്ത് ഹോമിയോപ്പതി. അപ്പൊ ആ ഒരു ലെവലില് മാത്രം നമ്മളൊന്ന് ആലോചിക്കുക. ഓക്കെ, ഷെയറിംഗ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ കോസ്മെറ്റോളജിയിലെ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ആദ്യത്തെ കാര്യം, നമ്മുടെ ക്ലിനിക്കുകളിൽ ആദ്യം ആയിട്ട് തന്നെ വരുന്ന, വേറെ ഒന്നിനും വന്നില്ലെങ്കിൽ മുടികൊഴിച്ചിലിന് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലുള്ള ആർണിക്ക അറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലും
നമ്മുടെ നാട്ടിലില്ല. ആർണിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചലിനും ആർണിക്ക ഹെയർ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആർണിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ തന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. പിന്നെയാണ് ആർണിക്ക എന്താ പറയാ നമ്മുടെ ഇഞ്ചുറിക്കാണ് പല കാര്യത്തിനും ആർണിക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പോകുന്നത് ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്, അതായത് പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റൻഷൻ വരുന്ന ഒരു ഇതിലോട്ടാണ്. ഹെയർ ഫോൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ബ്യൂട്ടി പാർലർ അടുത്ത് പോകും. ബ്യൂട്ടി പാർലറിൽ പോയി അവരെന്താ ചെയ്യണത്, നേരെ ഓയിൽ സ്പാ ചെയ്യും, അതുപോലെ ഹീറ്റ് ചെയ്യും. നമ്മുടെ UV ലൈറ്റ്സ് വെച്ചിട്ട് ഡയറക്റ്റ് ഹീറ്റ് അത് കൊടുത്തിട്ട് അത് ഫോൾ ഇല്ലാതെയാക്കും. അതിന്റെ കൂടെ വാട്ട് ക്യാൻ വി ഡു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു കമ്പൈൻഡ് എഫക്ട്. നമ്മൾ അവരുടെ വയറ്റിപ്പഴപ്പും കളയേണ്ട, നമുക്കുള്ളത് വയറ്റിപ്പഴപ്പം. നമുക്കൊരു കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഒരു ഇതില് ഇന്ത്യയിൽ തന്നെ പോകുന്നത് 30,000 കോടി രൂപയുടെ മാർക്കറ്റാണ്. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ഹോമിയോപ്പതിയിൽ കോസ്മെറ്റോളജി എന്ന് പറയുന്ന വിഭാഗത്തില് നമ്മളുടെ മാർക്കറ്റ് ഷെയർ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഓക്കെ, കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തില് നമ്മളുടെ ഹോമിയോപ്പതി മെഡിസിനും ഹോമിയോപ്പതി ചികിത്സകളുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് സീറോ. 1.1000 കോടി പോയിട്ട് 50 കോടിയോ 100 കോടി പോലും നമ്മളുടെ പ്രൊഡക്ട്സ് ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്കേ ചെയ്യാനുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ഡിപ്പാർട്ട്മെന്റിലും ഒരു മെഡിസിൻകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നമ്മൾ പല 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 അവന്യൂസ് ഇനി മാറി 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 നമ്മുടെ ഹോമിയോപ്പതിയുടെ എഫിക്കസി പ്രൂവ് ചെയ്യണം. വെറ്റിനറിയിൽ നമ്മൾ പ്രൂവ് ചെയ്തു, പ്ലാന്റ്സിൽ പ്രൂവ് ചെയ്തു, ബാക്കിയുള്ള അസുഖങ്ങൾക്കും പ്രിവെൻഷനും എല്ലാത്തിലും പ്രൂവ് ചെയ്തു. ഈ ഒരു സംഭവത്തിൽ നമ്മളൊക്കെ ചികിത്സിക്കുന്നുണ്ട്, പക്ഷെ ബ്രാൻഡ് ചെയ്യുന്നില്ല. കോസ്മെറ്റോളജി നമുക്ക് ചികിത്സ ചെയ്യുന്നത് 50 രൂപയ്ക്ക് ചെയ്യേണ്ട സാധനം നാട്ടുകാർ കൊണ്ടുപോയിട്ട് 10,000 രൂപ അടിച്ച് മാറ്റുകയാണ്. അപ്പൊ വാട്ട് ക്യാൻ വി ഡു, അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം തന്നെ ഞാൻ ഹെയർ ഫോളിൽ വരികയാണ്. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, തിയറി പാർട്സിലൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. ഇവിടെ സ്ട്രേറ്റ് അവേ നമുക്ക് ആകെ 1 മണിക്കൂർ സമയമുള്ളൂ. സ്ട്രേറ്റ് അവേ നമ്മൾ ഫോട്ടോസിലും കാര്യങ്ങളിലോട്ടാണ് പോണത്. ഓക്കെ, ഇത് ഓരോ കേസസിലും നമ്മൾ ബിഫോർ ആഫ്റ്റർ എന്നുള്ള പോലെ നമുക്കത് കിട്ടുന്ന പ്രൂവൺ ആണ്. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഇത്രയ്ക്കും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റവും ഇല്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ മറ്റേ ഞാറടയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 2 to 3 months വിത്തിൻ എത്ര രൂപ നമുക്ക് ആകെ ചെലവെന്ന് ഒരു മാസത്തിൽ നമ്മളുടെ ഡോക്ടർ എന്നുള്ള ഇൻകം തന്നെ ഒരു 10,000-2,000 രൂപ ഉണ്ടാവും. 3 മാസത്തെ മെഡിസിനും കൺസൾട്ടേഷനിലും കൂടെ 2,000-2,500 രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാം. അതർവൈസ് ബാക്കിയുള്ളവർക്ക് ലക്ഷങ്ങൾ ചെലവാക്കേണ്ടതാണ്. ഓക്കെ, വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജസ് ആണ്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ഫോട്ടോസിലോട്ടാണ് ആദ്യം പോകുന്നത്, സോ ദാറ്റ് യു ക്യാൻ സീ ദിസ് ആൻഡ് ബിലീവ്. ഓരോ സ്റ്റേജസ്. ആ പേഷ്യന്റിന്റെ പേരാണ് അരുൺ രാജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. സീ ദ ഡിഫറൻസ്. ഓരോ സ്റ്റേജസിലും നമ്മളുടെ ഡിഫറൻസ് കാണാവുന്നുണ്ട്. ഓരോ മെഡിസിൻസും എന്തിനാണെന്നും എപ്പോഴും കൊടുക്കണം എന്നുള്ളതും ഞാൻ അത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നോക്ക്, ഓരോ സ്റ്റേജസിലും നമ്മുടെ തലമുടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വളർന്നു വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. കോസ്മെറ്റോളജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ലേ, ഓരോ സ്റ്റേജസിലും നമുക്കത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. സ്ട്രാൻഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണുന്നുണ്ട് സർ. സീ ദ ഡിഫറൻസ്. ദിസ് ഈസ് അമേസിങ്. നമ്മൾ എന്ത് ക്യാൻസർ മാറ്റി എന്ന് പറഞ്ഞാലും ആരും അറിയില്ല. അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് അറിയും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ അറിയാം, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടുകാർ അറിയും.
ഇതല്ല. തലയിൽ മുടി വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവന്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ പറ്റും തലയിൽ മുടി വന്നിട്ടുണ്ടോ. ഇത് ഹോമിയോപ്പതിക്ക് എഫിക്കസിയുടെ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രൂഫാണ്. കണ്ടില്ലേ, ഓരോ സ്റ്റേജസിലും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. ഇതിനൊക്കെ അധികം സമയങ്ങൾ വേണ്ട. 2-3 മാസം കൊണ്ട് യു ക്യാൻ ഗ്രോ. ഓരോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ഞാൻ തരാം. അതേ കണ്ടില്ലേ, സീ ദ ഡിഫറൻസ്. ഇതൊക്കെ വിത്ത് ഫോട്ടോസ് ആണ്. നമ്മൾ പറയാം എന്തെന്നാ പറയാ, നമ്മളിപ്പോ പറയാറുണ്ടല്ലോ കുറെ, വിത്ത് പ്രൂഫ്. സീ ദ ഡിഫറൻസ് വിത്ത് എവിഡൻസ്. വിത്ത് എവിഡൻസ്. ഓക്കെ, ഇതെല്ലാം മെഡിസിൻ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആണ്. സീ ദ ഡിഫറൻസ്. ഓരോ സ്റ്റേജസിലും നമ്മളുടെ മെഡിസിൻ ഗ്രൂപ്പ് വരുന്ന മരുന്ന് ഹെയർ ഗ്രോ ചെയ്യുന്ന സ്റ്റേജസ് ആണ്. ഇയാളുടെ ഫസ്റ്റ് ഫോട്ടോ എനിക്ക് കിട്ടിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മടി വരുന്നുള്ളത്. അതുകൊണ്ട് എടുത്ത് വെക്കാൻ മറന്നുപോയി. ഇത് പെണ്ണല്ല, ഇത് കറക്റ്റ് ആണാണേ. അവന്റെ മുടിയാണിത്. ദിസ് ഈസ് ദ എവിഡൻസ് ഓഫ് കോസ്മെറ്റോളജി. ഇതാണ് ഏറ്റവും വലിയ കോസ്മെറ്റോളജി. See the difference. Third photo നോക്കൂ. It is a difference in 1 month, 2 months, 3 months. അങ്ങനെയുള്ള ഡിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞു 99% കേസുകളും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബേസിക് നമ്മളുടെ ഒരു, ഞാൻ ഫോട്ടോസ് ഇട്ടു എന്ന് മാത്രം. ഇനി ഞാൻ അതിന്റെ മെഡിസിൻസും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യണത്, ഹൗ ദ റിസൾട്ട്സ് കം. ഓക്കെ, ഇതൊരു ഡിസീസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ചിലപ്പോൾ ഡിസീസ് ആയിട്ട് വരുന്നവരും ഇത് മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നവരും. ചിലർ പറയും ഡോക്ടർ എനിക്ക് കോസ്മെറ്റോളജി, എനിക്ക് മുടി ഒന്ന് കാണണം, എനിക്ക് ഭംഗി വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കോസ്മെറ്റോളജി ആയിട്ട് എടുക്കുക. ഓക്കെ, അത് ഫസ്റ്റ് കേസിന് മിക്കവാറും 90%, ഒരു 6-7 മെഡിസിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെഡിസിനും നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഏത് അലോപേഷ്യ കേസുകളും 90% നമുക്ക് റിസൾട്ട് കിട്ടും. അല്ല, ആദ്യത്തെ മെഡിസിൻ ടെസ്റ്റിസ്. ടെസ്റ്റിസിന്റെ അതെന്താ, ടെസ്റ്റിസ് ആ ഹോർമോൺ ആണ്. ടെസ്റ്റിസിന്റെ ആ ഹോർമോണിൽ നമ്മളുടെ ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ടെസ്റ്റോസ്റ്ററോണും മെയിൽ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഓർഗനിൽ നിന്ന് വരുന്ന, അത് ട്രൈച്ചുറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് ടെസ്റ്റിസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഫീമെയിൽസിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും. ജെൻസിനേക്കാളും കൂടുതൽ റിസൾട്ട് ടെസ്റ്റിസിന് കിട്ടുന്നത് ഫീമെയിൽ അലോപേഷ്യക്കാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് തൈറോയിഡിനം. തൈറോയിഡിനം എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ജനറൽ ഗ്രോത്ത് മെഡിസിൻസ്. അതുമല്ല, തൈറോയിഡിനം കൊടുക്കുന്നത് അതിന്റെ എഫക്ട് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ്, ഹൈപ്പോതലാമസ്, ഓവറി, പിറ്റ്യൂട്ടറി ആക്സിസിൽ വർക്ക് ചെയ്യുന്ന PCODക്ക് മാക്സിമം ഹെൽപ്പ് വരുന്ന ആ ഒരു ആക്സിസ് ആണ് തൈറോയിഡ്. അപ്പൊ തൈറോയിഡിനും 3x കൊടുത്തിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കണ മെത്തേഡും കൂടിയാണ്. നമ്മൾ വെറുതെ തൈറോയിഡിനം കൊടുത്താൽ മാത്രം പോരാ, തൈറോയിഡിനം റിപ്പീറ്റ് ചെയ്യണം. 30 കൊടുക്കാം, 200 കൊടുക്കാം, 100 കൊടുക്കാം. ഏത് കൊടുത്താലും തൈറോയിഡിന്റെ മെഡിസിൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സ്ലോ ആക്ടിങ് മെഡിസിൻസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്പീഡ് ആക്ടിങ് അല്ല. അപ്പൊ തൈറോയിഡ് കൊടുക്കുമ്പോൾ യു ഹാവ് ടു, തൈറോയിഡ് അല്ല, ഇത് ഏത് മെഡിസിൻ കൊടുക്കുമ്പോഴും ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ ഹെയർ ഫോളിക്കിളിന്റെ ഗ്രോത്ത് തന്നെ 0.05 മില്ലിമീറ്റർ ആണ് ഇൻ എ ഡേ. അതിൽ വരുന്നതിൽ തന്നെ എത്രയോ കൊഴിഞ്ഞു പോകും. അപ്പൊ വി വിൽ ഹാവ് ടു റിപ്പീറ്റ് ഫ്രീക്വന്റ്ലി. ഓക്കെ, ഇത് ഞാൻ ആ മെഡിസിൻ സെലീനിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഈവൻ ഫോർ സെക്ഷൽ ഡിസോർഡേഴ്സ് ആൻഡ് ഹെയർ ഗ്രോത്ത്. സെലീനിയം ഹെയറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ്. സെലീനിയം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ വരുന്നത് സിഫിലിനം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആന്റി മയാസ്മെറ്റിക് ആണ്. മിക്കവാറും കോസ് എടുത്ത് നമ്മൾ ഹെറിഡിറ്ററി അല്ലെങ്കിൽ കേസ് എടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടാവും, അടുത്ത ക്ലോസ് റിലേറ്റീവ്സ്. അതുമല്ല, പെട്ടെന്ന് മുടി കൊഴിയാണ്. കുറച്ച് സമയം എടുത്തിട്ട് അപ്പൊ ഒരു കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം കഴിയുമ്പോഴാണ് ഈ ഇങ്ങനെ മുടി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കോട്ടിക് മാസത്തിൽ പോകണം. ഈ കുറച്ച് ഇടക്കിടക്കിടക്ക് ഡോക്ടർ ഇത് കണ്ടില്ലേ, ഇത് എത്ര മുടിയാ കൊഴിയണമെന്നൊക്കെ പറഞ്ഞൊരു 100, 200, 300 മെഡിസിൻ മുടിയൊക്കെ എല്ലാ ദിവസവും കൊഴിയണ്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട്, ഒരു 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് കഷണ്ടിയായി അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു. അത് കാണുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആന്റിമാസ്മെറ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് സിഫിലിനാണ്. എന്റെ കൺസെപ്റ്റില് ഏത് മെഡിസിനും ഇങ്ങനത്തെ കേസിൽ യു ഹാവ് ടു ഫ്രീക്വന്റ്ലി ഗിവ് ഇറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൊമ്പാടി ചെയ്ത് കൊടുത്താൽ ഇതിന്റെ ഒരു നമ്മൾ ചെടിക്ക് വളം ഇടണ പോലെയാ. കുറച്ച് എല്ലാ ദിവസവും ഇട്ടാലേ അത് വളർന്നു വരും. അല്ലെങ്കിൽ വെള്ളം ഇടണ പോലെയാ. അല്ലാന്നുണ്ടെങ്കിൽ ചെടി 2 ദിവസം വെള്ളം ഇട്ടിട്ടില്ലെങ്കിൽ ചെടി വാടിപ്പോവും. അതുപോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സിഫിലിനം ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ, അറ്റ്ലീസ്റ്റ് ഞാൻ സാധാരണ ഇതില് സിഫിലിനം 1 TDS QDS കൊടുക്കും. മിനിമം കൊടുക്കുന്നത് HS ആണ്. എല്ലാ ദിവസവും HS ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നോ സൈഡ് എഫക്ട്സ് ഹാവ് കം. മുടി വളർന്നിട്ടുള്ളതാണ്. ഇത് കുറച്ചാണ്, ഇനിയുണ്ട്, കുറെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ താലിയത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഏത് പനിയോ അല്ലെങ്കിൽ ഇനി കോവിഡിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹെയർ ഫോൾ, കോവിഡിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഹെയർ ഫോൾ വന്നിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് താലിയം 3X to താലിയം 30, താലിയം 1M, എനി പൊട്ടൻസി ബട്ട് ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ. ആസിഡ് ഫ്ലോർ മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെരി ഗുഡ് റിസൾട്ട് വരുന്നത് പാച്ചസ് ആയിട്ട് പോകുന്ന ഇതിനാണ്. ഓക്കെ, പിന്നെ ബെറേറ്റ കാർബ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ ഹെയർ ഫോളിന്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ഫോളിന്റെ കോസ് നോക്കുക. ആദ്യത്തെ കാര്യം, ഇപ്പൊ ഹെയർ ഫോൾ ഹെറിഡിറ്ററി ആണെങ്കിൽ നമ്മൾ മെഡിസിൻസ് വരുന്നത് സിഫിലിനും ബാക്കിയുള്ള മെഡിസിൻ ആസിഡ് ഫ്ലൂസും ഇതൊക്കെ വരണം, സിഫിലിറ്റിക് മാസത്തിൽ വരണം. ഡാൻഡ്രഫ് ആണെങ്കിൽ ഡാൻഡ്രഫിന്റെ മെഡിസിൻസിലോട്ട് വേണം. കോസ് ഓഫ് ദ ഹെയർ ഫോൾ ഇസ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫിലോട്ട് വരണം. ഓരോ കോസസ്, ഇപ്പൊ കീമോതെറാപ്പി കഴിഞ്ഞു, എക്സ്റേ അല്ലെങ്കിൽ കീമോതെറാപ്പി കഴിയുമ്പോൾ അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞിട്ടാണ് ഹെയർ ഫോൾ വരുന്നതെങ്കിൽ എക്സ്റേ, റേഡിയം ബ്രോമൈഡ്, അങ്ങനെയുള്ള ആ ഒരു മെഡിസിൻസിലോട്ട് പോകണം. അപ്പൊ കോസ് നോക്കാം. നമ്മൾ എക്സസ് നമ്മളുടെ മെഡിസിൻസ് അല്ലെങ്കിൽ എന്താന്ന് പറയുക സൺറൈസ് അങ്ങനെയൊക്കെ വരുമ്പോൾ റേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റേഡിയം ബ്രോമൈഡ്, എക്സ്റേ, അങ്ങനെയുള്ള മെഡിസിൻസ് നമ്മളുടെ ആ റേഞ്ചിലുള്ള മെഡിസിൻസിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആൻഡ് ബെസ്റ്റ് റിസൾട്ട്. ബറേറ്റ കാബ്, നമ്മൾ ബറേറ്റ കാബ് ചൈൽഡ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ബറേറ്റ കാബ് അഡിനോയിഡ്സിനും അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് അങ്ങനെയുള്ള മെഡിസിൻസിന്റെ കാര്യത്തിനൊക്കെയാണ് ബറേറ്റ കാബ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ബറേറ്റ കാബ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, ഓൾ താങ്ക്സ് ടു ഡോക്ടർ ജസീൽ. ഇതൊക്കെ നമ്മൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ജൂനിയേഴ്സിന്റെ അടുത്ത് നിന്നും പഠിക്കുന്നു, സീനിയേഴ്സിന്റെ അടുത്ത് നിന്നും പഠിക്കുന്നു. അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇന്ററാക്ഷൻ വിത്ത് ദ സീനിയേഴ്സ് ഇസ് ദ മോസ്റ്റ് തിങ്. ഇത് ഡോക്ടർ ജസീലിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാതെ പറഞ്ഞു പോയി. പക്ഷെ നമ്മൾ ഇവിടെ വന്നു, നമ്മളത് ട്രയൽ നടത്തി എക്സ്പെരിമെന്റ് ചെയ്തു ആൻഡ് വി ഹാവ് ഗോട്ട് ദ റിസൾട്ട്. പിന്നെ ഞാൻ ഇതിൽ ഡോക്ടർ സെറ്റ്സ് ഹെയർ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. ഹെയർ ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം, ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽസിന്റെ. ഇപ്പൊ ഹെയർ ഓയിലിന്റെ കൂടെ നമ്മൾ വേറൊരു പരിപാടി ചെയ്തിട്ടുള്ള വെച്ചാൽ ഹെയർ സ്പ്രേയും കൂടി കൊണ്ടുവന്നിട്ടാണ്. ഓക്കെ,
ഇത് കണ്ടില്ല ഇവിടെ ഇപ്പൊ ഈ ഒരു കേസിൽ യുനൈസ് എന്ന് പറഞ്ഞൊരു പേഷ്യന്റിന്റെ കേസിൽ സെലീനിയം 1 പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവൻ ആ കേസിൽ ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ ഈ മൂപ്പർക്ക് സെക്ഷൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെലീനിയം 1 പോയി. ലൈക്കോപോഡിയം എന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സുള്ള പിള്ളേരൊക്കെ വന്നിട്ട് മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് വന്ന് കഷണ്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏർലി എന്താ പറയാ, നമ്മൾ പറയൂലേ നമ്മുടെ പെട്ടെന്ന് വാർദ്ധക്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് മെച്ചൂരിറ്റി വരിക, അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ലൈക്കോപോഡിയം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ജോൽ ആന്റണി, ഇതൊക്കെ മെഡിസിൻസ് ഒക്കെ മെയിൻ ആയിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഉപയോഗിക്കുന്നത്. എനിവൺ, ഞാനല്ല, ആർക്ക് വേണമെങ്കിലും ഹോമിയോപ്പതി, നമുക്ക് ഇതിലൊരു ഹിഡൻ 1-2 മെഡിസിൻ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചു പറഞ്ഞില്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. സി എവറിത്തിങ് വാട്ട് വി ഗിവ് ഇറ്റ് ഈസ് ഹിയർ. ഇനി വരുന്നത് ജനറൽ മാനേജ്മെന്റ്. ഇത് നമ്മളുടെ മെഡിസിനൽ മാനേജ്മെന്റ് വന്നു, ജനറൽ മാനേജ്മെന്റ്. ഓക്കെ, എഗ് യോക്ക് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് വൈറ്റ്. എഗ് ഷാംപൂ വരുന്നുണ്ട്. എഗ് ഷാംപൂ എന്നൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഏത് എഗ് യോക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളുടെ അലോവേറ ടിഞ്ചർ എടുക്കുക, അല്ലെങ്കിൽ അലോവേറയുടെ എക്സ്ട്രാക്ട് എടുക്കുക, ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്യുക, എഗ് യോക്കും വൈറ്റ് ഓഫ് ദ ഹെയറും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് വി ക്യാൻ ഡു ഇറ്റ്. ഇതിന് എന്താ കാര്യം വെച്ചാൽ എഗ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സൾഫർ ഉണ്ട്. നമ്മുടെ സൾഫർ അല്ല, SULFUR സൾഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ 164.5 milligram per 100 ഗ്രാമില് സൾഫർ ഉണ്ട് എഗിന്റെ. അപ്പൊ ദാറ്റ് വിൽ ഹെൽപ്പ് യു. പിന്നെ ലെസിത്തിൻ ഉണ്ട്, ലെസിത്തിനും കൂടി വരുമ്പോ ഹെയർ ഗ്രോത്ത് കൂടുതലുണ്ടാക്കും. പിന്നെ ആംലം ഓണിയൻ ജ്യൂസ്, ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുള്ളൂ. ആംല ക്രഷ് ചെയ്യുക, ശരിക്ക് ഒന്നില്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസർ എടുക്കുക, അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ജ്യൂസറിൽ എടുക്കുക. ഒന്നും ഇടണ്ട, അത് ക്രഷ് ചെയ്തിട്ട് ആംലയുടെ എക്സ്ട്രാക്ട് എടുക്കുക. ഒനിയൻ ജ്യൂസ്, നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ സവാള ഏതായാലും കുഴപ്പമില്ല, ഉള്ളിയാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അത് എക്സ്ട്രാക്ട് എടുക്കുക. കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വിൽ ഹാവ് ടു ടേക്ക്. മാർക്കറ്റിലെല്ലാം കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇട്ടത് കിട്ടുന്ന എല്ലാം കമേഴ്ഷ്യലാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്ട്രാക്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കുക, നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്യാം, നമ്മളുടെ മെഡിസിൻസും വേണമെങ്കിൽ ആഡ് ചെയ്യാം ആൻഡ് അപ്ലൈ. ഓക്കെ, അപ്പൊ ആംല എടുക്കാം, ആംല ജ്യൂസ് കിട്ടും, ഇതായിട്ട് കിട്ടും. പക്ഷെ എത്രത്തോളം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതിന്റെ കെമിക്കൽ സൈഡ് എന്താണെന്നും പ്രിസർവേറ്റീവ് എന്താണെന്നും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് നമ്മളുടെ വീട്ടിലോ നമ്മളുടെ ക്ലിനിക്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഒനിയൻ ജ്യൂസ് എടുക്കാൻ എന്താ വഴി, നമ്മുടെ ജ്യൂസറോ അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന പോലെ ഒനിയൻ ഇടിച്ചിട്ട് ചതച്ച് ആ ബാക്കിയുള്ള പൾപ്പ് വേണമെങ്കിൽ നമുക്ക് കറിയിലൂടെ കേട്ടോ. ചതച്ച മുളകും ചതച്ച ഉള്ളിയൊക്കെ ആയിട്ട് നമുക്ക് അതിന്റെ എക്സ്ട്രാക്ട് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചോറും കറിയും മെഴുകുവരട്ടിയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അടുക്കളയായിട്ടൊക്കെ കൂടുതൽ ബന്ധം വേണം. ഞാൻ എൻ്റെ അടുക്കളയിൽ കയറാറുണ്ട്, ഞാൻ ചായ ഇടാറുണ്ട്, ബ്രെഡ് ടോസ്റ്റ്, ഫുഡ് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ അടുക്കളയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആണുങ്ങളാണ് ഭാര്യമാരെയൊക്കെ ഇടയ്ക്കൊക്കെ സഹായിക്കാം. അപ്പൊ ഇതും പഠിക്കാം, അവരെ സോപ്പിട്ട് ഇതൊക്കെ ചെയ്തെടുക്കുകയും ചെയ്യാം നമ്മുടെ ക്ലിനിക്കില്. ഒനിയൻ ജ്യൂസിന്റെ ഗുണം, ഹെയർ ക്യാൻ പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് ആൻഡ് കൺട്രോൾ ഡാൻഡ്രഫ്. ഒനിയൻ അലിയൻസെപ്പ is one of the best medicine for dandruff. ബോറിക്കിൽ എടുത്ത് നോക്കുക, അലിയൻസെപ്പ വരുന്നുണ്ട്. അലിയൻസെപ്പ അഗൈൻ കൊലാജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കും, ഹെൽത്തി സ്കിന്നും ഹെൽത്തി ഇതും ഉണ്ടാക്കും. പിന്നെ അലിയൻസെപ്പ നമ്മൾ വെറുതെ ചുവന്നുള്ളി അല്ലെങ്കിൽ പനിയൊക്കെ വന്നിട്ട് മുടി കൊഴിച്ചിൽ വരുന്നവർക്ക്
വെറുതെ 2-3 ചുവന്നുള്ളിയോ 4 ഡെയിലി ഒരു 3-4 കഴിക്കാൻ പറയാം. സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ പറയാം. മുടി കൊഴിച്ചിൽ അപ്പം നിൽക്കും. പിന്നെ ഇതിനൊക്കെ പകരം ഉള്ളി കഴിക്കാൻ അല്ലെ സവാള കഴിക്കാൻ പറയണ്ട. അതിന് നല്ലത് നമ്മളുടെ എലിയൻസിപ്പ മെഡിസിൻ ആയിട്ട് കൊടുക്കുക. എലിയൻസിപ്പ ടിഞ്ചറോ എലിയൻസിപ്പ 3x നമ്മളുടെ ഇന്റേണൽ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഈ ഉള്ളി കഴിച്ച ഡോക്ടർ ഉള്ളി കഴിക്കാനാ പറഞ്ഞത്. അയാളുടെ അടുത്ത് മരുന്നിന് പോയി ഉള്ളി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അതിന് പകരം നമ്മളുടെ മെഡിസിൻസ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തൊക്കെ ചെയ്താലും ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ആണ്. കോസ്മെറ്റിക് മെഡിസിൻ ആണെങ്കിലും മെഡിസിൻ കൊടുക്കേണ്ടത് പോലും അവർക്ക് വെറുതെ കൊടുക്കണം ആവരുത്. നമ്മളുടെ സാധാരണ കവറിലല്ല കോസ്മെറ്റിക് പ്രൊഡക്ട്സ്, കോസ്മെറ്റിക് മെഡിസിൻ. നമ്മളിപ്പോ ഈ മെഡിസിൻ തന്നെ കൊടുക്കുന്നത് നമ്മളുടെ ബ്രാൻഡ് ക്ലിയർ ആക്കി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള കവർ ഡിസൈൻ ചെയ്യാൻ വലിയ ചെലവൊന്നുമില്ല. അത് ചെയ്തിട്ട് 50 പൈസയൊക്കെയാണ് ഒരു കവറിന് വരുള്ളൂ. നമ്മൾ 4 കവർ പ്രിന്റിങ് വന്നു നമ്മുടെ കവർ. അല്ലെങ്കിൽ കുറച്ച് മെഡിസിൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഡിസൈൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. കാരണം ഇതൊരു ബ്യൂട്ടിയാണ്. അപ്പൊ ബ്യൂട്ടിയുടെ വേൾഡിൽ അല്ലെങ്കിൽ ബ്യൂട്ടി മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങുമ്പോൾ വി ഹാവ് ടു ബി എക്വിപ്ഡ് ലൈക്ക് ദാറ്റ്. നല്ല ക്യാരി ബാഗ് ഉണ്ടാക്കുക. 500 കൂടുതൽ വാങ്ങിക്കുക, 10,000 1000 വാങ്ങിക്കുക, 2000 വാങ്ങിക്കുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ബട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവര് അടുത്ത പ്രാവശ്യം ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അവർ അടുത്ത ആൾക്കാർ വന്നിരിക്കണം ഇത് കണ്ടാൽ തന്നെ. ഹോമിയോപ്പതിയൊക്കെ മാറിപ്പോയി, പഴയ 5-10 രൂപയൊന്നുമല്ല. പിന്നെ ഡീസ്ട്രെസ്, അതാണ് ഏറ്റവും ആവശ്യം. ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോളിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഡീസ്ട്രെസ് ആണ്, സ്ട്രെസ് ആണ്. സ്ട്രെസ് അതിന്റെ ഗ്രോത്തും ഇതൊക്കെ കുറയ്ക്കും. ടീലോജൻ എഫ്ലൂവിയം പുഷസ് ലാർജ് നമ്പർ ഓഫ് ഹെയർ ഫോളിക്കൽസ് ഒരു റെസ്റ്റിംഗ് ഫേസിൽ വരും. റെസ്റ്റിംഗ് ഫേസിൽ സ്ട്രെസ് വരുമ്പോൾ ഓക്കെ പിന്നെ ഡയറ്റ് ആണ്. ഡു എ വീക്ക്ലി കോക്കനട്ട് ഓയിൽ. ഓക്കെ, ഇടയ്ക്കൊക്കെ ഒന്ന് തല ഒന്നിലൊന്ന് മസാജ് ചെയ്യാൻ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് കിട്ടും, റിലാക്സ് ചെയ്യാൻ പറ്റും. വെളിച്ചെണ്ണ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് ആൽമണ്ട് ഓയിൽ, വെളിച്ചെണ്ണ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കൊരു മാസ്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റൈലിംഗ്, അത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റനിങ് ആൻഡ് സ്റ്റൈലിംഗ് ആൻഡ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ഓയില്, നമ്മൾ ഓയിൽ ഇട്ടിട്ട് ഒരു കാരണവശാലും ഓയിൽ തലയിൽ ഇട്ടിട്ട് പുറത്തേക്ക് പോകരുത്. നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ കിലോ കണക്കിന് എണ്ണ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് അന്നത്തെ കാലത്ത് ചിലപ്പോൾ പൊല്യൂഷൻ ഒക്കെ കുറവായിരുന്നു. ഇന്നതല്ല. ഇന്ന് ഓയിലിൽ ഇട്ട് തലയിൽ പോയി കഴിഞ്ഞാൽ ഡസ്റ്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും, ഹെയർ ഫോളിക്കൽ ഡാമേജസ് വരും. ഓക്കെ, അതുപോലെ ഹെയർ ഓയിൽ ഇട്ടിട്ട് രാത്രി ഓവർനൈറ്റ് ചെയ്യരുത്. ഓവർനൈറ്റ് ഇപ്പൊ ഇന്ന് രാത്രി കിടത്തുന്ന നാളെ രാവിലെ കുളിച്ച് കളയാം. നത്തിങ് ഡൂയിങ്. ഫംഗസ് വരും. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഡാൻഡ്രഫ് കൂടും. അപ്പൊ ഹെയർ ഓയിലിനെ പറയരുത്. ഓക്കെ, ഏത് ഹെയർ ഓയിലാണോ, നമുക്ക് ആർണിക്ക ആയിക്കോട്ടെ, നമ്മൾ വീട്ടിലുണ്ടായിക്കോട്ടെ, കാച്ചി എണ്ണ ആയിക്കോട്ടെ, വാട്ട് എവർ യു ഡു, ഡോണ്ട് അപ്ലൈ ഹെയർ ഓയിൽ ആൻഡ് ഗോ ടു വർക്ക് അല്ലെങ്കിൽ ഗോ ഔട്ട് ഓഫ് ദ ഹൗസ്. അത് ശരിക്കും ക്ലീൻ ചെയ്ത് മുടി ഡ്രൈ ആയിട്ട്, നമ്മൾ പറയല്ലോ കുളിച്ച ഉടനെ ഈറിനോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ പറയും. അതൊക്കെ ഒരു റൊമാൻറ്റിക് കൾച്ചറാണ്. കുറച്ച് ദിവസം ഇളകി കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞ് കൈ കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാല് ഡസ്റ്റ് എപ്പോഴും വെറ്റ് സ്കിന്നിൽ കയറും. വെറ്റ് സ്കിന്നിൽ കയറിയിട്ട് ഹെയർ ഫോളിക്കലിൽ ഡാമേജ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, ക്ലോസ് ചെയ്യും. യു കൻ നോട്ട് ഡു ദാറ്റ്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഡയറ്റിനേക്കാളൊക്കെ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഡയറ്റിൽ എഗ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. ബയോട്ടിൻ, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ ദ ഹെയർ. ലെഗ്യൂം, സീഡ്സ്, ഞാൻ അതിലോട്ട് അതൊക്കെ അവൈലബിൾ ആണ്. ഓട്സ്, ഓക്കെ, ഓട്സ്, ക്യാരറ്റ്, സ്പൈനാച്ച്, ഇതൊക്കെ. സോർബിറ്റോൾ, ക്ലോറോജനിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്.
ഓക്കെ, അത് നമുക്കും മെഡിസിൻ ഉണ്ട്. ക്ലോറോജനിക് ആസിഡ്, അതും വൺ ഓഫ് ദ ബെസ്റ്റ്. അത് നല്ലതാണ് ഡയറ്റിലും. ചൈനീസ് ഹെർബൽ മെഡിസിൻസ് ഓൾസോ. പിന്നെ നമുക്ക് ചെയ്യണം കിവി നല്ലതാണ്. പ്രൂൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്ലം ഡ്രൈ ചെയ്തത്. നമുക്ക് പ്ലം 1 കിലോ വാങ്ങിയിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ചെയ്തിട്ട് വീട്ടിൽ വെക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 4 ഇരട്ടി പൈസ കൊടുക്കണം. ദിസ് ഇസ് സൺ ഡ്രൈഡ് പ്ലം. ഓക്കെ, നമുക്ക് പേഷ്യന്റിന്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറയാം. ഇത് നമുക്ക് പ്ലം മാർക്കറ്റിൽ നിന്ന് വാങ്ങാം, ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കുക. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. പ്രൂണസിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും കാര്യമായിട്ട് പോകുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. അവാക്കാഡോ ജ്യൂസ് അല്ലെങ്കിൽ അവാക്കാഡോ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, ബീൻസ് ഞാൻ ടച്ച് ചെയ്ത് പോവാണ്. നാട്രമ്യൂർ ഡാൻഡ്രഫിന് നല്ലതാണ്. കാർസിനോസിൻ, ലൈക്കോപോഡിയം, ആർസനിക്കൽ, ഫോസ്ഫറസ് ഫ്ലേക്സ് ഓഫ് ഡാൻഡ്രഫ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് മെഡിസിൻസ്. ഫോസ്ഫറസ് ഇല്ലാത്ത ഒരു സിസ്റ്റത്തിലുള്ള ട്രീറ്റ്മെന്റും 90% എനിക്കില്ല. Phosphorus is one of the best medicines. Hypothalamus, selenium, zinc is one of the best. Ovary ഉണ്ട്, ബറേറ്റ കാബ് ഉണ്ട്, താലിയം ഉണ്ട്, സിഫിലിനം, സെപ്പിയ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. One another medicine is electricity. ഓക്കെ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു മെഡിസിൻ 230 നമ്മുടെ ഇതിൽ കിട്ടും. Electricity is one of the best medicine, especially when the radiation, after radiation. റേഡിയം ബ്രോമൈഡ്, എക്സ്റേ ഒക്കെ പോലെ ഇലക്ട്രിസിറ്റി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ അലോട്ട്, പ്രൊജസ്ട്രോൺ. പിന്നെ പെണ്ണുങ്ങളുടെ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. തയോസിനാമിന് ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാർ, തലയിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആവുക അല്ല അങ്ങനെയൊക്കെ വല്ലതും വരിക, അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്കാറിങ് നടന്നിട്ടുണ്ടെങ്കിൽ തയോസിനാമിനും ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, so there's nothing to be explained too much. ഇത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. യു ക്യാൻ റീഡ് ഇറ്റ്. അല്പം സ്പീഡ് കൂടുതലാണ് സർ. സ്ലൈഡ് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. അല്ലല്ല, അത് എക്സ്ഫോളിയേറ്റ് നമുക്ക് ആവശ്യമുള്ളതിലോട്ട് ഞാൻ മാത്രം കൊണ്ടുവരണുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഹെയർ ഇതൊക്കെ കാരണം ഞാനിപ്പോ നമ്മുടെ ഹെയർ ഇത് വൺ ഓഫ് ദ എൻ്റെ ഒരു സീക്രട്സിലൊന്നാണ്. സ്ലൈഡ്സ് ഉണ്ട്, യു ക്യാൻ ടേക്ക് ഇറ്റ്. ആസിഡ് ഫോസ് ഹെയർ ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. വാട്ട് ഐ മേക്ക് ഇറ്റ് അറ്റ് ഹോം. എൻ്റെ ക്ലിനിക്കിൽ ഞാൻ എൻ്റെ പേഷ്യൻസിനായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആസിഡ് ഫോസ് ടിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 ഡ്രോപ്സ്, അതിലും കൂടുതൽ ഇടരുത്. 100 ml 5 ഡ്രോപ്സ് മാത്രം ആസിഡ് ഫോസ് ഓയിലിൽ ഇടാൻ പാടുള്ളൂ. കാരണം ആസിഡ് ഫോസ് ഡയറക്റ്റ് ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഗ്രേയിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 5 ഡ്രോപ്സ് എന്ന് സ്പെസിഫൈ ചെയ്യണത്. ഓക്കെ, ആർണിക്ക ടിഞ്ചർ നമ്മളുടെ 100 ml ബോട്ടിലിന്റെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പിന്റെ 1 ടോപ്പ്. ഓക്കെ, ബാഡിയാഗ ടിഞ്ചർ അഗെയിൻ ബെസ്റ്റ് ഫോർ എന്തിനാ നമ്മളുടെ ഡാൻഡ്രഫിന്. കാമോമില്ല ആന്റിസെപ്റ്റിക് ആണ്, ഹെയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാക്കും, ഹെയറിന് ഷൈൻ ഉണ്ടാക്കും. ജബറാൻഡി അറിയാവുന്നതാണ്, നമ്മുടെ ചെമ്പരത്തിയിലെ. തുജ, കാലൻഡുല ആന്റിസെപ്റ്റിക്, എന്തെങ്കിലും ആന്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ക്ലിയർ അപ്പ് വിത്ത് കാലൻഡുല. അലോ, യു നോ ദാറ്റ്. ഓക്കെ, എച്ചിനേഷ്യ again. Vinga minor, cochlearia is best for the dandruff. Okay, amloki, balsaram, staphysagra. പിന്നെ ഗന്ധകപാല, വൃത്തിയ ടിങ്ടോറിസ്. ഗന്ധകപാല നമ്മൾ സോറിയാസിസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കുറച്ച് ഒരു ഹാഫ് മറ്റേ ഹാഫ് ക്യാപ്പ് അത് ഇടണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫിനും കൂടി അത്. കാരണം ഇഫ് ഇറ്റ് ഇസ് ക്യാൻ ഹെൽപ്പ് യു സെബേഷ്യസ് ഡെർമറ്റൈറ്റിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോറിയാസിസിന് സ്കെയിലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ,
ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ദ ഡാൻഡ്രഫ് ഓൾസോ. അതുകൊണ്ടാണ് ഈ ഒരു മെഡിസിൻ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ലസോണിയ ഇനർമിസ്, അതായത് നമ്മുടെ ഹെന്ന എങ്ങനെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മൈലാഞ്ചി ചെടി കൊണ്ടുവരും, ചെടിയുടെ ഇല കൊണ്ടുവന്ന് ചെടി പൊറിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ ക്ലിനിക്കിൽ വെച്ചിട്ട് RSS കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് RSL ഇട്ടിട്ട് കുറെ ദിവസം ഇട്ട് വെച്ചിട്ട് അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു ക്യാൻ അത് വേണമെങ്കിൽ ഹെന്ന ചിലപ്പോൾ നമുക്ക് എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ 2-3 ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഊരും. ഈ ഗന്ധകപ്പാല ചെയ്യണതും അതുപോലെ തന്നെ കുറെ ദിവസം വെളിച്ചെണ്ണ ഇട്ട് വെച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഗന്ധകപ്പാല എന്നൊരു വയലറ്റ് കളറാവും. അത് ഏറ്റവും നല്ലത് കിട്ടുന്നത് നമ്മുടെ തെന്മല ആ സൈഡ് ആണെങ്കിൽ തെന്മല അങ്ങനെയുള്ള ഹൈ റേഞ്ചസ്. ഇവിടെ പീച്ചി നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്, പീച്ചി ഡാമിന്റെ ഒക്കെ അടുത്ത്. പിന്നെ ഷിക്കാക്കായ് പൗഡറാണ് സാധാരണ നമുക്ക് കിട്ടുക. അത് നമ്മൾ ഒന്ന് ഇത് ചെയ്തിട്ട് ഒന്ന് ഇത് ചെയ്യണം, ഡ്രൈ ഒന്ന് അരിക്കണം, അല്ലെങ്കിൽ അതിൽ പൊടി ഉണ്ടാവും. ഓക്കെ, ദീസ് ആർ പ്രാക്ടിക്കൽ തിങ്സ് ഞാൻ പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ. ലസോണിയ എന്ന് പറഞ്ഞാൽ ഹെന്ന എന്നർത്ഥം, ഗന്ധകപ്പാല, ഇതെല്ലാ മെഡിസിൻസും 17 മെഡിസിൻ. ഓക്കെ, പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ, വേറെ എന്തൊക്കെ ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ്മേരി ഓയിൽ നമ്മുടെ ഇതിൽ കിട്ടും, ഈ ചെടി കടയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടും. നമ്മുടെ ഹിന്ദുസിന്റെ അമ്പലത്തിന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എത്തിച്ചു തരും റോസ്മേരി ഇത്. അതുപോലെ ഗ്രേപ്പ് സീഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗ്രേപ്പ് സീഡ് ഓയിൽ നമുക്ക് കിട്ടും. റോസ്മേരി, ഗ്രേപ്പ് സീഡ് ഓയിൽ, ഇത് രണ്ടുമാണ് അതും. പിന്നെ നമ്മുടെ പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ പ്ലസ് നമ്മുടെ കാസ്റ്ററിക്ക, ആവണക്കെണ്ണ, ഈ 4 ഓയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാസ്റ്റർ ഓയിൽ കുറച്ച് ഉപയോഗിക്കുള്ളൂ. മേ ബി നമ്മളുടെ മെഡിസിൻസ് എല്ലാം കൂടിയിട്ട് ഒരു 30 ml ആണെങ്കിൽ ഇതെല്ലാം ഇട്ട് വരുമ്പോൾ ഒരു 30 ml വരും, 100 ml. പിന്നെ ഒരു 20-25 ml ഇതിടും, എന്താ പറയാ, കാസ്റ്റർ ഓയിൽ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മുടിക്കൊരു നമ്മൾ പറയില്ല ഒരു ഒട്ടിപ്പിടിക്കും, ചിലപ്പോൾ മുടി കൊഴിച്ചിൽ കൂടുകയും ചെയ്യും. പിന്നെ ഉള്ളത് ഗ്രേപ്പ് സീഡ് ഓയിൽ കുറച്ച്, ഒരു കാൽ ഇത്. പിന്നെ നമ്മുടെ റോസ്മേരി ഓയിലൊക്കെ നമുക്ക് അത് കൊണ്ടുവന്നിട്ട് അത് ഓയിൽ ഇതാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ റോസ്മേരി ഓയിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ റോസ്മേരി ഓയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് യൂട്യൂബിലുണ്ടാവും. സോ യു ക്യാൻ യൂസ് ദാറ്റ്. അത് ഇതിലും ഉപയോഗിക്കാം. റോസ്മേരി ഓയിലിന് നല്ല എഫക്റ്റ് ആണ് ഹെയർ ഗ്രോത്ത്. ഓക്കെ, ഇത് നമ്മളുടെ ഹെയറിന്റെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇടയ്ക്ക് നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് കുന്തിരിക്കം പുകയ്ക്കാന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ മുടിയുടെ അടിയിൽ കുന്തിരിക്കം പുകയ്ക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പുകയ്ക്കും. എന്തിനാ പുകച്ചിരുന്നുള്ള അതും നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അതും ഒന്നും കിട്ടിയില്ലെങ്കിൽ വെറുതെ വെള്ളം ചൂടാക്കിയിട്ട് മുടിയൊന്നും ഇങ്ങനെ ആക്കിയിട്ട് ആവി പിടിക്കാൻ പറയാം. വാം സ്റ്റീം സർക്കുലേറ്റ്സ് ബ്ലഡ് ഫ്ലോ ടു ദ സ്കാൽപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ പഴയ ആൾക്കാർ ചെയ്തിരുന്നതാണ്. മുടിയൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈറനൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു ഇല്ലേ, നമ്മൾ എത്രയോ സിനിമയിലും നമ്മളുടെ വീട്ടിലും നമ്മളുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് റീഗ്രോ, റീടേക്ക് ഇറ്റ്. നമ്മൾ പഴയ ഇതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഓയിൽ ഇട്ടിട്ട് ശരിക്കും ചീർപ്പ് വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയുക. ഇങ്ങനെ ഒന്നരാടം ചെയ്യുമ്പോൾ അത് ആദ്യത്തെ കുറച്ച് ദിവസം ഈ ഡാൻഡ്രഫ് കൂടുതൽ കാണും, പിന്നെ അത് കുറഞ്ഞോളും ഓയിൽ ഇട്ടിട്ട്. ഓക്കെ, ഹെയർ മാസ്ക് ഞാൻ പറഞ്ഞു. യോഗർട്ട്, തൈര്, നമ്മുടെ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ, കുറച്ച് നേരെ വെക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ പുളിയും അസിഡിറ്റി നമ്മുടെ ഹെയർ ഡാമേജ് ചെയ്യും. യോഗർട്ടും ഹണിയും മിക്സ് ചെയ്യാം. യു കെൻ യൂസ് ഇറ്റ് ഇൻ ദ സ്കാൽപ്പ്. ഓക്കെ,
use hair serum. Okay, almond oil is also grape seed oil. That is also very good. ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ യൂസ് ചെയ്യാൻ ആൽമണ്ട് ഓയിൽ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ അതിന് കോസ്റ്റ്ലി ആണ്, നല്ലത് ചിലപ്പോൾ കിട്ടില്ല. ഒലിവ് ഓയിൽ ഇസ് ഓൾസോ ഗുഡ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ നമുക്ക് റിച്ച് ആയിട്ട് കിട്ടുന്ന ഓയിൽ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം. പക്ഷെ ബേസിസ് കോക്കനട്ട് ഓയിൽ പ്ലസ് കാസ്റ്റർ ഓയിൽ ആണ് ബേസിൽ. പെപ്പർമിന്റ് ഓയിൽ, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പെപ്പർമിന്റ് ഓയിൽ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പി എടുത്തേ പറ്റും. പല സ്ഥലത്തുനിന്നായിട്ട് ഇന്ന സ്ഥലത്തുനിന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഊട്ടിയിൽ നിന്ന് വരുത്തും, ചിലപ്പോൾ കാശ്മീരിൽ നിന്ന് വരുത്തും, ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്താറുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ട്. നമ്മൾ മെനക്കെട്ടേ പറ്റും. റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, സിഡാർവുഡ് ഓയിൽ ഇസ് അനദർ വൺ ഓഫ് ദ ബെസ്റ്റ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡാർവുഡ് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഹെയർ തിന്നിങ് കുറയും ആൻഡ് ബാൾഡിങ് കുറയും. അപ്പൊ അലോങ് വിത്ത് അവർ അലോവും ബാക്കി കാര്യങ്ങളും ഇത് ഓൾസോ ഹെൽപ്സ്. ഓക്കെ, അതുപോലെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ചിലവർ ഇങ്ങനെ മുടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ടെൻഷനൊക്കെ വരുമ്പോ ഈ മുടിയൊക്കെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പുതിയ സ്ട്രാൻഡ്സ് പോലും പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഡീസ്ട്രെസ് ചെയ്യണം. ഓക്കെ, തല അധികം പെട്ടെന്ന് കൂടുതൽ ഇടക്കിടക്കിടക്ക് കഴുകരുത്. രാവിലെയും വൈകുന്നേരം 3 നേരം ഒന്നും തല കഴുകരുത്. ഡോണ്ട് വാഷ് ഹെയർ വിത്ത് ഹോട്ട് വാട്ടർ. ഓക്കെ, ഞാൻ ഹെയറിന്റെ ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ്. ബിക്കോസ് ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, സെലോൺസ് ഓഫർ ട്രീറ്റ്മെന്റ്, സ്കാൽപ്പ് റിവ്യൂ, ABC അതൊക്കെ നമുക്ക് സ്കാൽപ്പിൽ പോകുന്നവർ ബ്യൂട്ടി ഇതിലൊക്കെ പോകുന്നവർക്ക് പറയാനുള്ളതുണ്ട്. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നല്ലതാണ്, അത് അവർ ചെയ്യുന്നതാണ് അവിടെ, ബ്രസീലിയൻ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അത് ഒരു ഭാഗമായിട്ട് ചെയ്യാം. പക്ഷെ സ്ട്രെയിറ്റനിങ്ങും അയണിങ്ങും ഒന്നും ചെയ്യരുതെന്ന് പറയണം. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ, പക്ഷെ സ്മൂത്തനിങ് ഒക്കെ അവർ ചെയ്യണം. കെമിക്കൽ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പ്ലീസ് ഡോണ്ട് യൂസ് ദാറ്റ് എന്നാണ് ഞാൻ പറയാ. ഓക്കെ, അപ്പൊ ഹെയറിന്റെ ഞാനത് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ബ്യൂട്ടി പ്രൊഡക്ട്സിലോട്ട് പോവാണ്, ബ്യൂട്ടിയുടെ ഇതിലോട്ട് പോവാണ്. യു കൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്. 44 ആയി, another 10 minutes. ഇപ്പൊ സംശയം ചോദിക്കാവോ സാറേ? ചോദിച്ചോളൂ മേഡം, ഇത് സെറ്റ് ആവണവരെ ചോദിച്ചോ. ഇത്രയും പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഡോക്ടറോട്. ഈ എഗ് യോക്കിന്റെ സാറ് പറഞ്ഞല്ലോ, അതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയായി? അതിപ്പോ നമ്മളിപ്പോ ഒരു എഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. അലോവേറയും ആൽമണ്ട് ഓയിലും. അലോവേറ കൂടുതൽ ഉപയോഗിക്കരുത്. അലോവേറ നമ്മള് ഈ അലോവേറയുടെ ചെടി ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മുടെ ഒരു ഇത് എടുക്കുമല്ലോ. നമ്മളുടെ മെഡിസിൻ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അലോവേറ ഓയിൽ ആക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ നമ്മൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അലോവേറ വളർത്തും, കറ്റാർ വാഴ വളർത്തിയിട്ട് അതിന്റെ ഉള്ളിലത്തെ അത് സ്ക്രാപ്പ് ചെയ്യും, സ്കിന്നിന്റെ അതിൽ കളഞ്ഞിട്ട് സ്ക്രാപ്പ് ചെയ്യും. പക്ഷെ അത് വളരെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ അലോവേറ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ അലോവേറ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കൂടും. അപ്പൊ അലോവേറയുടെ നല്ല വലിയൊരു പീസ്, വലിയൊരു തണ്ടെടുത്ത് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നടുവിലത്തെ ഒരു ചെറിയൊരു പീസ്, മേ ബി അറൗണ്ട് ഒരു സ്മോൾ പീസ് എന്ന് തന്നെ പറയാം. എന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ ഇത് എടുത്തിട്ട് ബാക്കി ഇതിൽ മിക്സ് ചെയ്തിട്ട് യു കൻ അപ്ലൈ ഇറ്റ്. ഓക്കെ, ഇതിലൊരു ചോദ്യം വന്നിരിക്കുന്നു. 17 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് പ്രിമച്ചർ ഗ്രേ ഹെയർ ആണ്. ഹലോ ഡോക്ടറെ, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോ ഡോക്ടറെ. ഡോക്ടറെ, ടിഞ്ചേഴ്സ് 1 ടോപ്പ് എന്ന് പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് പറയണേ, അതെങ്ങനെ എടുക്കുന്നത്? ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 100 ml ബോട്ടിലിന്റെ മുകളിലുള്ള ടോപ്പില്ലേ, അതെ, ക്യാപ്പ് അടപ്പ്, അതാണ് അളവ്. ഓ, അതാ 1 ടോപ്പ് ഫുൾ അല്ലേ? ടോപ്പ് എന്ന് പറയും. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇത് ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം. ആഴ്സനിക് ആൽബം
സൾഫർ തൂജ, അതാണ് ഇപ്പൊ കാണുന്നത്. അതാണോ കാണുന്നത്? ആ, ഓക്കെ. ഇപ്പൊ കോസ്മെറ്റോളജി ആൻഡ് ഹോമിയോപ്പതി ആയല്ലോ. ആയി. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് ഓടിച്ചു പോകണം. ഓക്കെ. പോണ്ട സാറേ. പിമ്പിൾസിന്റെ കോസും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. പിമ്പിൾസ് 2 തരമുണ്ട്. യു ഹാവ് ടു എക്സാമിൻ. PCOD-യുടെ കൂടെ വരുന്ന പിമ്പിൾസ് അല്ല എന്ന് ഉറപ്പിക്കണം. ഓക്കെ. ഞാൻ ഈ പറയുന്നത് അത് PCOD-യുടെ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട്. ഓക്കെ. ഞാൻ ഈ പറയണത് ഓൺലി ജനറൽ കോസ് ആയിട്ട് വരുന്ന പിമ്പിൾസിനാണ് ഞാൻ ഇപ്പൊ ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ. നമുക്ക് കാണുന്ന പിമ്പിൾസ് ആണ് പാപ്യൂൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, നോഡ്യൂൾസ്, പസ്റ്റ്യൂൾസ്, സിസ്റ്റ്. ഓക്കെ. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഞാൻ കണ്ടമാനം എക്സ്പ്ലെയിൻ ചെയ്യാം. നാട്രമ്യൂറിന്റെ കാര്യം പറയാം. ഓക്കെ. നമുക്ക് വരുന്ന മെഡിസിൻസ് ആണ് സൾഫർ, പൾസാറ്റില, നാട്രമ്യൂർ, ബെലഡോണ, സൈലീഷ്യ, സൾഫർ അയോഡ്. സൾഫർ അയോഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ്. സൾഫർ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ സൾഫർ അയോഡ് ഉപയോഗിക്കാം. സൾഫർ അയോഡിന്റെ പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ്. സ്കിൻ ആണെങ്കിൽ ഭയങ്കര ഒരുമാതിരി ഡേർട്ടി സ്കിൻ ആയിരിക്കും, അല്ലെങ്കിൽ റഫ് സ്കിൻ ആയിരിക്കും. സൊറൈനത്തിന്റെ സ്കിൻ പോലെ ഇരിക്കും, പക്ഷെ ഹാർഡ് ആയിരിക്കും പിമ്പിൾസ്. ഓക്കെ. അസ്റ്റീരിയ റൂബൻസ്, ഹൈഡ്രോകോട്ടൈൽ, ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാം ഇത് സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്. ചിലത് മാത്രം സരസപ്പറില ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സരസപ്പറില നരണ്ടാണ്ടിയാണ്, അത് ബ്ലഡ് പ്യൂരിഫയറും കൂടിയാണ്. സോ ദാറ്റ് ക്യാൻ പ്രൊമോട്ട് ബ്ലഡ് സർക്കുലേഷനും, നല്ല ഓക്സിജൻ ഉള്ള നല്ല ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ദ സർക്കുലേഷൻ ഓഫ് ദ ബ്ലഡ്. അതിന് സരസപ്പറില ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഈ പിമ്പിൾസ് കുറഞ്ഞു വരുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സരസപ്പറില ഒന്ന് പറയുന്നത്. പിന്നെ തയോസിനാമിനത്തിന്റെ കൂടുതൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാർസ് ഫോം ചെയ്യും. ചിലതിൽ സ്കാർ ഫോം ചെയ്ത് ഇങ്ങനെ മൂക്കര് വരും, അത് സ്കാർ ഫോം ചെയ്യും. അങ്ങനെയുള്ളതിൽ തയോസിനാമിനം സ്കാർ കുറയ്ക്കാനും തയാസിനാമിനം ആൻഡ് മെർക്സോൾ വൺ ഓഫ് ദ ബെസ്റ്റ്. ബോവിസ്റ്റ പറഞ്ഞത് ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് സൺസ്ക്രീൻസും അത് ഇതൊക്കെ ഉപയോഗിച്ച് കൂടുതൽ പ്രശ്നം വഷളാവുമ്പോഴാണ് ബോവിസ്റ്റ ഇസ് മോർ ഇൻഡിക്കേറ്റഡ്. അല്ലാതെ ഇൻഡിക്കേറ്റഡ് ആണ്, പക്ഷെ ബോവിസ്റ്റയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേഷൻ നമ്മളുടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. Another best medicine is Juglans regia. Okay, Juglans regia is one of the best medicines. Okay, Eugenia jumbosa. അതിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്കാർസ് വേണ്ടിയിട്ടുണ്ടാവും, നല്ല തിക്കാണ്, കണ്ടവണ്ണം ക്രോപ്സ് പോലെ വരും. ഓക്കെ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, നമ്മളുടെ ഹെയർ ഓയിലിൽ ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിൻസും നമ്മൾ സ്പ്രേ പോലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ. കുറച്ച് എല്ലാ ഓയിൽസും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് നമ്മുടെ സ്പ്രേ ജെല്ല് കിട്ടും, ഒരു ഇത് കിട്ടും, ബോട്ടിൽ കിട്ടും, 10 രൂപയുള്ള ബോട്ടിലിന്. ഓക്കെ. 9 രൂപ 50 പൈസ ടു ബി പ്രിസൈസ്. അത് വാങ്ങുക, അതിലോട്ട് നമ്മളുടെ മെഡിസിൻസ് ഉപയോഗിക്കുക. ഹെയർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഹെയർ ഓയിൽ 2-3 ദിവസം കൂടുമ്പോഴേക്ക് ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ ആ ഹെയർ ഓയിൽ ഉപയോഗിക്കാത്ത ദിവസം യു ക്യാൻ ആസ്ക് ദം ടു സ്പ്രേ ദിസ്. അപ്പം നമ്മളുടെ മെഡിസിൻസ് ഒക്കെ അവിടെ എടുക്കും. ഇറ്റ് ഗെറ്റ്സ് അബ്സോർബ് ത്രൂ ദ സ്കിൻ. ഇതൊക്കെ എക്സ്പെരിമെന്റിങ് ആണ്. ഞാൻ ഈ പറയുന്നത് എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിച്ച് നോക്ക്. ഇറ്റ് ഈസ് ഓൾ കോസ്മെറ്റിക് എഫക്ട്സ് ആൻഡ് ഇറ്റ് കൻ ഗിവ് യു ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് ദാൻ എനി ബ്യൂട്ടി പാർലർ. ഇവിടെ നമ്മൾ മെഡിസിൻസിന്റെ കൂടെ ഒരു ചെയ്യണത് ഫേസ് ലോഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഫേസ് ലോഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, അതും നമ്മളുടെ തന്നെ മെഡിസിൻസ് ആണ്. ഒലിയൻ ജക്കർ, ഒലിയൻ സെന്റാലെ, ഓക്കെ, ബെർബറിസ് എക്കിഫോലിയം, ടിഞ്ചർ ഗ്ലിസറിൻ ടിഞ്ചർ ആണ്, മറ്റേ ഗ്ലിസറിൻ അല്ല, നമ്മളുടെ ഗ്ലിസറിൻ ടിഞ്ചർ. ഹൈഡ്രോകോട്ടൈൽ, ജബറാൻറ്റി, സാലിസിലിക് ആസിഡ് ടിഞ്ചറും ലാക്ടിക് ആസിഡ് ടിഞ്ചറും. പിന്നെ ഒലിയം സെന്റാലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒലിയം സെന്റാലയുടെ കൂടെ ക്രോക്കസ് കാക്ടി 1, 2, 3 തുള്ളി, അല്ലെങ്കിൽ മുതലാവില്ല നമുക്ക്, അത്രയ്ക്കും കോസ്റ്റ്ലി ആണ്. 8000 രൂപയാണ് 100 ml ക്രോക്കസ് കാക്ടി ടിഞ്ചർ. ഇത് നമുക്ക് പല സ്ഥലത്തുനിന്നും, ക്രോക്കസ് കാക്ടി എന്ന് പറഞ്ഞാൽ കുങ്കുമം, അത് കൊണ്ടുവരിക, നമ്മളുടെ RSSലിട്ട് ഉണ്ടാക്കുക, 1 ലിറ്റർ 2 ലിറ്റർ ഉണ്ടാക്കി വെക്കുക. കുറച്ച് കാശ് കൂടുതലാണ്, പക്ഷെ ക്രോക്കസ് കാക്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ അമ്മമ്മമാര് പറയും അവന് കളർ വയ്ക്കാൻ നാവലിട്ട് കൊടുക്കുന്ന പറയും.
കുങ്കുമം അരച്ചു കൊടുക്കുന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ അത് നമുക്ക് സ്കിന്നിലാക്കി കൊണ്ടുവരാം നമ്മളുടെ ടിഞ്ചർ. ഇതെല്ലാം ഇടുക, ഒന്നില്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പോലെ കോട്ടൺ വെച്ചിട്ട് ശരിക്കും റഫ് ഇതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ ലോഷൻ ആക്കിയിട്ട് പരട്ടാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് രാവിലെ പരട്ടാം. ഈവൻ നമ്മൾ പുറത്തുനിന്ന് പോയി വരുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ ഗ്ലോ, അതുപോലെ നമുക്ക് ടാനിങ് പോലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാനിങ്ങിന് നമുക്ക് എന്ത്, ഇറ്റ്സ് നോട്ട് എ മെഡിക്കൽ ഇഷ്യൂ, ഇറ്റ് ഈസ് എ കോസ്മെറ്റിക് ഇഷ്യൂ. കോസ്മെറ്റിക് ഇഷ്യൂന് ടാനിങ് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്പ്രേസ് ആണിത്. യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്ക്രബ് ആയിട്ട് ഉപയോഗിക്കാം, ഫേസ് സ്ക്രബ്സ്. അതിൽ ഒലിയൻ സെന്റാല ഉപയോഗിക്കാം, ഒലിയൻ ജാക്ക് ഉപയോഗിക്കാം, ഹൈഡ്രോകോട്ടയിൽ ഉപയോഗിക്കാം, ഹണി ആൻഡ് ഷുഗർ, നാച്ചുറൽ ഹണി പ്ലസ് അതിൽ ഷുഗർ ഫൈൻ പൗഡർ ആക്കരുത്. നമ്മൾ കുറച്ച് നമ്മുടെ പഞ്ചസാര എടുക്കുക, ഫൈൻ പൗഡർ ആക്കരുത്, എന്നാലും ഒരു കോഴ്സ് പൗഡർ ആക്കിയിട്ട് ഹണിയിൽ മിക്സ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മളുടെ മെഡിസിനും കൂടി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആസ്ക് ദം ടു അപ്ലൈ ഇറ്റ്. ആന്റി ടാനർ ആണ്, ഇറ്റ് വിൽ റിഡ്യൂസ് ദ ടാനിങ് എഫക്ട്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്തോ, വേണമെങ്കിൽ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്ന കുട്ടികളാണ്, അവരുടെ അടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ. ഇറ്റ് വിൽ ഗിവ് യു വണ്ടർഫുൾ റിസൾട്ട്, ടാനിങ് കുറയും. പിന്നെ മെഡിസിൻസിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഇതിനെക്കുറിച്ച്. സൾഫർ കവേഴ്സ് ഓൾ ടൈപ്പ് ഓഫ് അക്നെ, ഇതൊക്കെ അതിന്റെ നമ്മൾ യൂസ് ചെയ്യണതാണ്. പൾസാറ്റില, ബെലഡോണ. എനിക്ക് തോന്നുന്നത് 2 മിനിറ്റ് കൂടി ഉണ്ട് അല്ലേ? ഡയറ്റിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റാം. റിങ്കിൾസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് ഇനിയും കുറെ ഉണ്ട്, നമുക്ക് ആഡ് ചെയ്യാം. ഒബേസിറ്റി അതൊക്കെ അടുത്ത ക്ലാസ്സിലോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യണം സാറേ, വെറുതെ വെച്ച് ഓടിക്കാതെ. ഇല്ല, നമുക്ക് വേണമെങ്കിൽ അത് അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് റിവൈസ് എടുക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ? ഹലോ ഡോക്ടറെ. പറഞ്ഞു ഡോക്ടറെ. ഡോക്ടറെ, നമ്മൾ ആ ലോഷൻ ഉണ്ടാക്കുന്നത് അത് ഏതിനകത്തായി? ടിഞ്ചേഴ്സ് ഒക്കെ ഏതിനകത്താ നമ്മൾ ലോഷൻ ആയിട്ട് ഉണ്ടാക്കുന്നേ? റോസ് വാട്ടർ, പ്യൂർ റോസ് വാട്ടർ. മാർക്കറ്റിലെ റോസ് വാട്ടർ അല്ല, പ്യൂർ റോസ് വാട്ടർ. ഡബിൾ ബോയിൽ ചെയ്യാ. റോസ് വാങ്ങുക, റെഡ് റോസ് വാങ്ങുക, ഡബിൾ ബോയിൽ ചെയ്യാ. പാരാബോയിലിംഗ് നമ്മളുടെ ഇതൊക്കെ ചെയ്യില്ലേ, നമ്മുടെ അരിയൊക്കെ ചെയ്യണമല്ലോ, പാരാബോയിലിംഗ് ചെയ്യാ, ഡബിൾ ഇത് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക, വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, മിക്സ് ചെയ്യുക, കൊടുക്കുക. നമുക്ക് ഒരു 6 മിനിറ്റ് ആണുള്ളത്. ആർക്കെങ്കിലും സാറിനോട് സംശയം ചോദിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ ഇത് പുറത്തോട്ട് കൊടുക്കുന്നുണ്ടോ അതോ പേഷ്യൻസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ? പേഷ്യൻസിന് മാത്രം. നമുക്ക് കമേഴ്ഷ്യൽ ലൈസൻസ് എടുത്തിട്ടില്ല, അത് ഞാൻ എടുക്കാൻ ഇപ്പൊ തൽക്കാലം ഉദ്ദേശിക്കണില്ല. വരുന്നവർക്ക് മാത്രം കൊടുക്കും. വരുന്നവർക്ക് മാത്രം. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ്, ഡോക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഡോക്ടറെ, ചിലര് കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ മുടി മൊത്തം അങ്ങ് മൊട്ട അടിച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ വൈറ്റ് സ്പോട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പം അവര് പറയുന്നത് ഡാൻഡ്രഫ് കൊണ്ടാണെന്നാ പറയുന്നേ, പക്ഷെ വൈറ്റ് പാച്ചസ് കാണിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഹെയർ ഓയിൽ കൊടുത്താൽ പോകും, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഗ്രാഫൈറ്റീസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പോകും. ഡാൻഡ്രഫ് ആണെങ്കിൽ അത് മതിയാവും. പറയുന്നുണ്ട് ഗ്രാഫൈറ്റീസ് 30 3x കൊടുക്കരുത്. 3x കൊടുക്കരുത്, 200 കൊടുക്കരുത്, അഗ്രവേഷൻ ഉണ്ടാക്കും. ഗ്രാഫൈറ്റീസ് 30 TDSോ QDSോ അരമണിക്കൂർ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഗ്രാഫൈറ്റീസിന് 30 ഇന്നവരെ എനിക്ക് അഗ്രവേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഹെയർ സ്പ്രേയും കൂടെ കൊടുക്കണം ഡോക്ടർ പറഞ്ഞത്. ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ ഓയിൽ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. എല്ലാ മെഡിസിൻസും ഈ പറഞ്ഞത് എല്ലാം ഞാൻ എന്റെ ക്ലിനിക്കിൽ ഉണ്ടാക്കുന്നതാണ്. ഹലോ ഡോക്ടറെ, നമസ്കാരം. നമസ്കാരം.
അക്കാന്തോസിസ് നാഗ്നിക്കൻസിന് മരുന്ന് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്നെ ഡോക്ടറെ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഫുള്ളായിട്ട് പറയാം, കുറേ ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. താങ്ക് യു ഡോക്ടറെ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാവരുടെയും മനസ്സിലൊരു സംശയമായിട്ടാണ് നിൽക്കുന്നത്, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഈ എക്സ്റ്റേണൽ ഒക്കെ പ്രിപ്പറേഷനൊക്കെ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലോകത്ത് എല്ലാവർക്കും പറ്റും. എന്തായാലും നമ്മളതൊന്ന് ഉത്സാഹിച്ചാൽ പറ്റും അല്ലേ? പറ്റും. അപ്പൊ സാർ നമുക്ക് ക്ലാസ് നല്ലൊരു ക്ലാസ്സാണ് സാറ്. ഓരോ വിഷയവും ഓരോ ദിവസമായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഓടിച്ചു പോകാതെ എല്ലാം ഒന്ന് വിശദമായി ഉള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സെക്കൻഡും കൂടിയേ, ഇത് എന്റെ മൊബൈൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇന്നൊരു വേറൊരു കേസ് വന്നാണ്, അത് പറയാതെ പോയതാ ചെയ്യാതെ. ഒന്ന് കാണിക്കാനുള്ള ഞാൻ സ്ലൈഡ് ഇല്ല. ഇത് കോസ്മെറ്റോളജി അല്ല, ഇതൊരു റിനോൾസ് ഡിസീസ് കേസാണ്. കാണുമോന്നറിയില്ല, എത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ ഇത് കിട്ടുമെന്നറിയില്ല. ഫോട്ടോ ക്ലിയർ ആവുന്നില്ല. ഞാൻ അടുപ്പിച്ചു കൊണ്ടുവരാം. ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ചൊക്കെ കുറച്ചൊക്കെ ക്ലിയർ ആയെന്നാലും മനസ്സിലായില്ല. കയ്യിലാണല്ലേ? കയ്യില് തമ്പാണത് റിനോൾസ് ഡിസീസ് ആണ്. ഓക്കെ ഓക്കെ. റിനോൾസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ വെറ്റ് ഗാംഗ്രീൻ ആവും. ഗാംഗ്രീൻ വന്നിട്ട് ആ കൈ അറ്റുപോകും, സർക്കുലേഷൻ കുറയും. കണ്ടു, കാണാം സാറേ. ഓക്കെ. ഇത് ആ കൈയിന്റെ വേറെ ഫോട്ടോ ആണേ. ഇന്ന് വന്ന ഫോട്ടോ ആണ് എന്റെ. 2-3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ആണത്. ഒരൊറ്റ പാട് പോലും ഇല്ല. ഞാനത് അടുത്ത സ്ലൈഡിൽ ഇടാതെ കറക്റ്റ് ആയിട്ട് സ്ലൈഡിൽ ഇടാം. കംപ്ലീറ്റ് ഉണങ്ങി 3 വീക്സിനുള്ളിൽ റെനോൾസ് ഡിസീസ് ഒക്കെ 3 ആഴ്ചക്ക് മാറാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. ഓൾ ഓഫ് എ സഡൻ തുടങ്ങിയതാ. അപ്പൊ സാറ് മുമ്പോട്ട് നമുക്ക് ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ തരണം. പിന്നെ ഇന്ന് നമുക്ക് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ഇപ്പം നമുക്ക് 9:59 അതുകൊണ്ട് സാറിന് നന്ദി പറയുന്നതിന് ഡോക്ടർ റിനി അനിലിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ റിനി അനിൽ. റിനി അനിൽ ഉണ്ടോ? സാറിന് നന്ദി പറയാം. ഓക്കെ. സാധിച്ച സൈറ്റിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാന് IFPHന്റെ അവിടുന്ന് എല്ലാ ഡോക്ടേഴ്സിന്റെ കൂടെ ഞാന് സാറിനെ ഒത്തിരി നന്ദി പറയുന്നു. സാർ ഇനിയും വരിക. ഞങ്ങൾക്ക് ഒത്തിരി നല്ല ക്ലാസ്, ഒത്തിരി എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു സാറേ. എന്നാലും സാർ ഇത്ര നല്ലോണമൊക്കെ പറഞ്ഞു തന്നത് എല്ലാവർക്കും ഒരു ഗുണമായി തീരട്ടെ. സാർ ഇനിയും വരണം. നന്ദിയുണ്ട് സാർ. ഓക്കെ, നന്ദി ഡോക്ടറെ. എന്തായാലും സാർ ഡോക്ടറുടെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് കൂടുതൽ ഈ കോസ്മെറ്റിക് വിഷയത്തിൽ തന്നെ ഉള്ള ക്ലാസ്സുകൾ ഓരോ ഭാഗമായിട്ട് തന്നെ എടുത്ത് കുറച്ചും കൂടെ സംശയത്തിന് ചോദിക്കാനുള്ളൊരു സമയം കൂടെ നമുക്ക് കണ്ടെത്തിയാൽ എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായിരിക്കും. സാറിന്റെ ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന് സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇനി 1 വർഷം ഒന്നും നീണ്ടു നിൽക്കല്ലേ, ഞങ്ങൾക്ക് എത്രയും അത് ഡോക്ടറെ, അത് നമ്മളൊരു സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു. QPHയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പൊ ഇനി എത്രയും വേഗം ക്ലാസ്സുമായിട്ട് വരണം. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സമയക്കുറവ് മൂലം ഇന്നത്തെ ഈ 1338 പ്രതിദിന വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. നാളെ നമ്മോടൊപ്പം അതിഥിയായി പുതിയൊരാൾ എത്തുകയാണ്, ഡോക്ടർ നജീബ്.
നന്ദി ഡോക്ടറെ.